ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിത് കരുനാഗപ്പള്ളിക്ക് പോണതിൻ്റെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്നാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു 3/4 ദിവസം എന്തായാലും ഇതിലുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ തലേ ദിവസം കുടുംബ വീട്ടിൽ നിന്ന് പിച്ച മുരിങ്ങയ്ക്കായും ചക്ക ഉമ്മ ഇങ്ങനെ വെട്ടിപ്പറിച്ച് ചുളയാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ മമ്മി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പറയാം ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് പിന്നെ വീണ്ടും അതിൽ ഇതാവണ്ടെന്ന് വെച്ചിട്ട് പണിയാക്കണ്ടല്ലോ. അതുകൊണ്ട് ഉമ്മ പിന്നെ രാവിലെ തന്നെ ചക്ക വെട്ടിപ്പറിച്ചൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കമീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് വഴിയാണ് പോയത്. അപ്പം ഈ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഫുൾ അലമ്പാണ്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോക്ക് ആണി മേടിക്കാൻ പോയതാണ്. പിന്നെ അത് മാത്രമല്ല, ഉമ്മ ഒരു കമ്മൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവക്ക് കാത് കുത്തി അന്നേ ഇങ്ങനെ ഉമ്മ കമ്മൽ മേടിക്കണം, ഉമ്മ വാപ്പായും ഒക്കെ കമ്മൽ മേടിക്കണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് ഈ പോക്ക് നടക്കുന്നില്ല. എവിടെ ജ്വല്ലറിയിൽ പോക്ക് നടക്കുന്നില്ല. പിന്നെ എൻ്റെ ഇക്കയുടെ എൻഗേജ്മെൻറ്റ് വന്ന് പിന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ തിരക്കായിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഉമ്മ ഇങ്ങനെ തന്നിട്ട് പറഞ്ഞ് എന്തായാലും നിങ്ങൾ പോവുമല്ലേ, അപ്പോൾ കമ്മലും കൂടി ഞങ്ങൾ മേടിച്ചേക്കെന്ന് പറഞ്ഞ് തന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അവിടെ ആണിയില്ലായിരുന്നു. എൻ്റെ പൊന്നു, അവിടെ അങ്ങനെ ആണി മാത്രം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, ഈ മലബാറിൽ പോകുന്നതിൻ്റെ കാരണം ഇക്കായും ഇക്കയുടെ ഫാമിലിയും പ്രിഫർ ചെയ്യുന്നത് മലബാറാണ്. പിന്നെ ഇക്ക കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് തനിഷ്കാണ്. ഇക്കയുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇക്കാക്ക് തനിഷ്കിൽ ഗോൾഡും ഡയമണ്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇക്ക പ്രിഫർ ചെയ്യുന്നത് അതാണ്. ഞങ്ങളൊക്കെ ഇവിടെ നമ്മുടെ നമുക്കിവിടെ ഒരു കടയുണ്ട്, അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ സ്റ്റഡ് ആവട്ടെ, ഹെവി ആവട്ടെ, കുഞ്ഞാവട്ടെ, അങ്ങനെ എല്ലാത്തിനും. അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ജുംക്കാസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവർ തന്നെ പറഞ്ഞത് ഒരുപാട് ലാസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഞാനത് മേടിച്ചില്ല. പിന്നെ ഞാൻ അവൾക്ക് ആദ്യമേ വിചാരിച്ച പോലെ തന്നെ ഈ ജുംക്കൈക്കാക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ അവൾക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മറ്റേ റിം ടൈപ്പില്ലേ, ആ ടൈപ്പ് തന്നെ കമ്മൽ തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇവള് നല്ല കുരുത്തക്കേടൊക്കെ കാണിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ കാൽക്കുലേറ്റർ എടുത്ത് കൊടുത്തിട്ട് മോളെ നീ ഇത് കണക്ക് കൂട്ടി ഇപ്പോഴേ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് അവളതിൽ കണക്കൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായിട്ട് കുത്തിയൊക്കെ കൊണ്ടൊക്കെ ഇരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ചേട്ടൻ ബില്ലൊക്കെ ചെയ്ത് തന്ന്. പിന്നെ അവൾ ഓക്കെ ആയിരുന്നു. അവളിങ്ങനെ ഇതൊക്കെ നോക്കി അവൾക്കൊരു കൗതുകമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബില്ല് പേ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ 3-4 ദിവസം ഇവൾ കാതിങ്ങനെ അടഞ്ഞു വരുന്നുണ്ടായിരുന്നു. മോക്കാണെങ്കിൽ ഇവളിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെയൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവളെ കാതി പിടിക്കുന്നത് ഒന്നും അവൾ സമ്മതിക്കത്തില്ല. അപ്പോൾ എനിക്കറിയാം വീട്ടിൽ പോയാൽ ഇവളെന്നെ ആ കമ്മലിടാൻ സമ്മതിപ്പിക്കത്തില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഒരുപാട് കരയിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുഞ്ഞുങ്ങളാണ്, കരയും, സ്വാഭാവികം. എന്നാലും ഇങ്ങനെ കാതൊക്കെ പിടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്തു, അവിടെ നിന്ന് തന്നെ കമ്മൽ ഇടിയിപ്പിച്ച് ആ ചേട്ടനെ കൊണ്ട് മേളിൽ ഇങ്ങനെ കാത് കുത്തുന്ന ചേട്ടനെ കൊണ്ട് തന്നെ ഞാൻ ഇടിയിപ്പിച്ച്. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര വെച്ചാൽ നല്ല കരച്ചിലായിരുന്നു. അവസാനം സങ്കടം കൊണ്ടായി പിന്നുള്ള കരച്ചിൽ. എന്നെ നിങ്ങളിങ്ങനെ പിടിച്ച് വെച്ചില്ലേ എന്നുള്ള സങ്കടം കൊണ്ടായിരുന്നു പിന്നെ കരച്ചിൽ. പിന്നെ കട വീടെത്തുന്നവരെയും കരച്ചിൽ തന്നെ ആയിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കട വീട്ടിലോട്ട് നേരെ പോയി. അപ്പം ഞാൻ എപ്പോഴും എടുക്കുന്നതാണ് ഈ ഒരു കട വീട്ടിൽ ചെന്ന് കയറുന്ന ഈ ഒരു ഗേറ്റിൻ്റെ ഭാഗം. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴും അത് എടുക്കും. എപ്പോൾ അവിടെ ചെന്നാലും ആ ഒരു പോർഷൻ ഞാൻ എടുക്കും. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു വരുന്നേ, കട വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളിന്ന് വരുന്നത്. കാരണം ഉറപ്പില്ലായിരുന്നു. അതിൻ്റെ തലേ ദിവസം കണ്ടാണ് മമ്മി ഇക്കാലത്ത് ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അവരിങ്ങനെ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി സെറ്റാക്കാനുണ്ട് എന്ന്. അങ്ങനെ പിന്നെ ഇക്ക നോക്കാമെന്ന് പറഞ്ഞല്ലാണ്ട് വരും എന്ന് പറഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പറയാണ്ടാണ് ചെന്നത്. അപ്പം ഇവരുടെ വീട്ടിലെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 10 മണിക്കുള്ളിൽ 11 മണിക്കുള്ളിൽ അവിടുത്തെ ഫുൾ ജോലി, അതായത് തൂപ്പ്, തുടപ്പ്, വെപ്പ്, അങ്ങനെ വേണ്ട എല്ലാ ജോലിയും 10 മണിക്കുള്ളിൽ കഴിയും. അത് കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് എടുപ്പാണ്. ഉറങ്ങുക, ഇപ്പം ടി വി കാണലും ഇല്ല. അപ്പോൾ ടി വി കാണാറില്ല. റീസൺസൊക്കെ പുറകെ ഞാൻ വരുന്നുണ്ട് വീഡിയോസൊക്കെ ആയിട്ട്. അപ്പം അവർ കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ വന്ന ഉടനെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച്. പിന്നെ ഇക്കാടെ മമ്മിക്ക് ഞങ്ങൾ മുന്നേ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ലുലുന്ന് ഷൂ. അപ്പോൾ അത് ചെറുതായിരുന്നു. അങ്ങനെ പിന്നെ ഇത്തവണ പോയപ്പോഴത്തേനും അത് മാറ്റി മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു. ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം, ഇതാണ് ഡ്രസ്സിങ് ടേബിൾ. ഞാൻ ചുമ്മാ വന്ന് കയറിയപ്പം ബെഡ്റൂമിൻ്റെ ആ വീഡിയോ അങ്ങ് എടുത്തതേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൽ വന്ന് കയറുമ്പം തന്നെ കാണുന്നത് വാഷ്റൂമാണ്. റൂമിൽ വന്ന് കയറുമ്പം തന്നെ നേരെ കാണുന്ന വാഷ്റൂമാണ്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഇതൊക്കെ
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കിച്ചണിൽ വന്നപ്പോൾ മമ്മി ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവന്ന ചക്ക സെറ്റാക്കി. ഇക്കാക്കി ചക്ക എരിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഉമ്മായും ആണെങ്കിലും ഇക്കടെ മമ്മിയാണെങ്കിലും ഇപ്പോൾ വന്നാലും ചക്ക കിട്ടുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തോട്ടാണെങ്കിലും കൊണ്ടുവരും. അല്ല ഞങ്ങൾ വീട്ടിൽ വന്നാലും നമ്മുടെ ഇക്കടെ വീട്ടിൽ വന്നാലും അവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചക്ക എരിശ്ശേരി വയ്ക്കും. അങ്ങനെ പിന്നെ മമ്മി അതിനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴത്തേനും ഇവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇങ്ങനെ എല്ലാം കൂടി ഒരു ഇക്കടെ പഴയ ബെഡ്റൂം ഇതാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കയറി നോക്കുമായിരുന്നു. അപ്പം 3 ടൈപ്പ് ബാഗ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കയ്യിൽ പിടിക്കുന്ന, 2 പേർക്കും കയ്യിൽ പിടിക്കുന്ന ബാഗ്, പിന്നെ തോളിൽ ഇങ്ങനെ തൂക്കുന്നൊരു ബാഗ്, പിന്നെ ഒരു ലഗേജ് ബാഗ്. അങ്ങനെ 3 ടൈപ്പ് ബാഗ് 2 പേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇക്കടെ പഴയ ബെഡ്റൂം എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇക്കടെ ബർത്ത്ഡേക്ക് ആരോ കൊടുത്ത ഗിഫ്റ്റാണെന്നത്. ഇക്കടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഇടയായിട്ടൊക്കെ ഉണ്ട് ഈ ബെഡ്റൂമിൽ. അങ്ങനെ അതെല്ലാം ഞങ്ങൾ നോക്കിയതിന് ശേഷം എല്ലാം അവർ പാക്ക് ചെയ്തില്ല എന്നേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ഇനി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഇതാണ് അവരെ കൊണ്ടുപോകുന്ന ട്രാവൽസ്, എയർ ട്രാവൽസ്. ഇത് കട എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട്. അപ്പം പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അറിയുന്ന ഒരാളുണ്ടല്ലോ, അടുത്ത റിലേറ്റീവ് തന്നെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്കടെ മമ്മി വന്ന് ചോദിക്കുവാണ് ഇത് മതിയോ അത് മതിയോ അങ്ങനെ. അപ്പം അങ്ങനെ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ എല്ലാവരും നേരെ കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഈ മൂക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് ഇവളെന്നെ ഒന്നും ചെയ്യാനൊന്നും അങ്ങനെ സമ്മതിച്ചില്ല. അവൾത്തിരി നിർബന്ധവും വാശിയൊക്കെ ആയിരുന്നു. പിന്നെ ഇക്കാടെ മമ്മി കിച്ചണിൽ കയറി പെട്ടെന്ന് ജോലി തീർക്കും. അങ്ങനെ ഒരിതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ കയറി. കാരണം രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതല്ലേ, അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. മോള് കഴിച്ചില്ല. മോൾക്കുള്ളതാണ് ആ ഒരു കുഞ്ഞു ഇതിൽ ഞാൻ ചോറ് അവിടെ ഇരിക്കുന്നത്. അവൾ കഴിച്ചതേയില്ല. എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ട് അവൾക്ക് വേണ്ടായിരുന്നു. ആ ഒരു ജലദോഷത്തിൻ്റെ ആ ഒരു ഇതായതുകൊണ്ടും പിന്നെ ഇവിടെ വരുമ്പോൾ ഇത്തിരി പാടാണ് ഒന്ന് ഓക്കെ ആയിട്ട് വരാനേ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അങ്ങനെ ഓരോന്നൊക്കെ ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോള്. അവളിങ്ങനെ എടുത്തോണ്ടൊക്കെ എൻ്റെ കയ്യിൽ തരുന്നുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന്. എനിക്ക് മാത്രമല്ല ഇക്കാക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചക്കരിശ്ശേരിയും മാങ്ങാക്കറി, മുരിങ്ങയില തോരൻ, മുരിങ്ങയില പ്ലസ് ക്യാരറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. മീൻകറി, ചോറ്, പിന്നെ എന്തുണ്ടായിരുന്നു, അച്ചാറ്, പപ്പടം അങ്ങനെ ഉണ്ടായിരുന്നു. അച്ചാറുണ്ടായിരുന്നു. വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ഇക്കാക്കും വേണ്ടാന്ന് പറഞ്ഞു. ഇക്കാ പിന്നെ ചക്കരിശ്ശേരിയും പിന്നെ ചെങ്കല ഫ്രൈ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അതാക്കിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരു 3 മണി വരെ കിടന്നങ്ങ് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ 3:30-ക്കുള്ളിൽ ചായ കുടിക്കും. ഞങ്ങളൊക്കെ 4 മണി 6 മണിക്കൊക്കെ ചായ കുടിക്കുന്നത്. പക്ഷേ ഇക്കയുടെ വീട്ടിൽ ഇക്കാണെങ്കിൽ എന്തോ താഴെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇക്കയുടെ വാപ്പായും ഇക്കായും കൂടി അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു കല്യാണത്തിന് ഇക്കയുടെ വാപ്പായെ കൊണ്ടാക്കാനായിട്ട് ഇക്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ നിന്നതാണ്. പിന്നെ എടുക്കാൻ